ഹലോ ഫ്രണ്ട്സ്, പ്ലാനറ്റ് മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് നമ്മൾ ഏത് പ്ലാന്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് അഡീനിയം പ്ലാന്റ്സിന്റെ ബൾക്ക് ക്വാണ്ടിറ്റി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് വന്നിരിക്കുന്നത്. റെഡ്, പിങ്ക്, വൈറ്റ്, അതേപോലെ യെല്ലോ, ബ്ലാക്കും റെഡും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളത്, ഒരു വയലറ്റും റെഡും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള, അങ്ങനെ ഒരുപാട് കളേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഓരോ പ്ലാന്റ്സും നമുക്കൊരു 2 3 ഇതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സിംഗിൾ പീസ് ആയിട്ടുള്ള പ്ലാന്റ്സുകളും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് കുറച്ച് പ്ലാന്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പുറകെ പറയാം. അഡീനിയം അല്ലെങ്കിൽ ഡെസേർട്ട് റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ റോസാപ്പൂ പോലെ നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആണ് ഈ അഡീനിയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്ന പ്ലാന്റ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ കുറച്ച് പ്ലാന്റ്സേ കാണിക്കുന്നുള്ളൂ. ഇതിന്റെ കൂടാതെ നമുക്ക് വേറെ കുറച്ച് പ്ലാന്റ്സ് കൂടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നമുക്ക് സമയം കളയാതെ ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിന്റെ പോട്ടിൽ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാന്റിന്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഇതിൽ നമ്പറിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ നമ്പർ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്താലും മതി കേട്ടോ, ഏത് പ്ലാന്റ് വേണമെന്നുള്ളത്. അപ്പൊ ആദ്യത്തെ വെറൈറ്റി ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ കളർ ഷെയ്ഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു റെഡില് ഒരു ഡാർക്ക് ബ്ലൂ കളർ ബോർഡർ ആണ് കേട്ടോ ഈ ഒരു നമ്മുടെ ഈ പ്ലാന്റിൽ വരുന്നത്. ബ്ലാക്കും അല്ല, ഒരു ഡാർക്ക് ബ്ലൂ അല്ലാത്തൊരു മിക്സ് ആണ് ഈ ഇതിൽ വരുന്നത്. അതിന്റെ ഫ്ലവർ ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു ഫ്ലവറാണ് വന്നിരിക്കുന്നത്. പ്ലാന്റിന്റെ സൈസ് ഒക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്യാവശ്യം മനസ്സിലാവും. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. അതേപോലെ അതിന്റെ കോഡക്സ് ഒക്കെ കണ്ടോ, നല്ല അത്യാവശ്യം സൈസ് ഒക്കെ ഉള്ളതാണ്. ഇപ്പൊ നമ്മൾ ഗ്രാഫ്റ്റഡ് ഏരിയയിൽ തന്നെയാണെങ്കിൽ 1 2 3 ബ്രാഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ പ്ലാന്റ്സും നമുക്ക് ഇപ്രാവശ്യം വന്നത് ഈ ഒരു ഹൈറ്റിലും സൈസിലൊക്കെ വരുന്നത് 2 3 ബ്രാഞ്ചസ് ഒക്കെ ഉള്ള പ്ലാന്റ്സ് ആണ്. അപൂർവം 1 2 പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ സൈസ് കുറവായിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്. രണ്ടാമത്തെ അതേ റെഡിൽ തന്നെ, പക്ഷെ നല്ല ബ്ലാക്ക് കളർ ബോർഡർ ആണ് കേട്ടോ ഇതിൽ വരുന്നത്. ഫ്ലവർ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത്. ബ്ലാക്ക് ബോർഡർ ആണ് വരുന്നത്. അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ്. റെഡും അതേപോലെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. പക്ഷെ നല്ലൊരു ബ്ലൂ അതിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് കയറി വരുന്ന ഒരു ടൈപ്പാണ്. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു കളറൊക്കെ എന്ന് പറയുമ്പോൾ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഞാൻ പെട്ടെന്ന് കാണിച്ചു പോവേ, കാരണം കുറച്ച് പ്ലാന്റ്സ് ഉള്ളത് കൊണ്ടിട്ടെ. ഇതാണ് നമ്മളെ അടുത്ത കളർ വെറൈറ്റി വരുന്നത്. ഇത് വന്നിട്ട് റെഡിന്റെ സിംഗിൾ പെറ്റലാണ് കേട്ടോ. പ്യുവർ റെഡിന്റെ സിംഗിൾ പെറ്റലാണ് വന്നത്. പക്ഷെ ഒരു നമ്മൾ ഈ റെഡ് കളർ വെൽവെറ്റിന്റെ ക്ലോത്ത് ഉണ്ടല്ലോ, അതുപോലെയാണ് ഇതിന്റെ ഇതളുകൾ ഇരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് പൂക്കുമ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കുന്നത്. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. കണ്ടതാ ഇതിന്റെ ഫ്ലവർ ഞാൻ അടുത്ത് കാണിച്ചു തരാമേ. നമുക്ക് ലോഡ് വന്നിട്ട് 2 3 ദിവസമായി. അപ്പൊ സ്റ്റോക്കിൽ വന്നതിന്റെ ആ ഒരു ഇതാണ് ഫ്ലവറിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു ചെറിയൊരു വാട്ടം ഉള്ളതുപോലെ. ഇതാണ് അടുത്തത് ഇതിന്റെ ഫ്ലവർ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മളെ പനിനീർ റോസ ഉണ്ടല്ലോ, അതുപോലെയാണ് എക്സാക്ട് ഇതിന്റെ ഫ്ലവർ കാണാനായിട്ട്. പക്ഷെ കളർ വന്നിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത്. ഒരു ഡാർക്ക് ഒരു മജന്തേ അല്ല, ഒരു പിങ്കും അല്ലാത്തൊക്കെയുള്ള ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫ്ലവർ ഞാൻ വേണമെങ്കിൽ ഫ്ലവർ മാത്രമായിട്ട് എടുത്ത് കാണിച്ചു തരാമേ. ഒരു മിനിറ്റ് കാണിച്ചു തരാവേ. ഇതാണ് അതിന്റെ ഫ്ലവർ വരുന്നത്. കണ്ടോ, നല്ലൊരു കളർ. നമുക്ക് ഈ ലോഡിൽ വരുന്ന സമയത്ത് ഇതിന്റെ ഫ്ലവർ പൊഴിഞ്ഞു പോകുന്നതാണ്. പക്ഷെ ഈ പ്ലാന്റിന്റെ തന്നെയാണ് കേട്ടോ ഫ്ലവർ. കാരണം നമ്മളിത് ഇളക്കിയ സമയത്ത് ഇത് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോക്ക് വന്ന് നമ്മളൊരു 2 ദിവസം ഫ്രഷ് ആയതിനു ശേഷമാണ് പ്ലാന്റ്സ് നമ്മൾ സെയിലിന് ഇറക്കുന്നത്. അപ്പൊ അടുത്ത നല്ലൊരു വൈറ്റും പിങ്കും കൂടെ കയറി വന്നിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഇതാണ് കളറെ. ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ഒരു വലിപ്പം വരുന്നുണ്ട് ഓരോ പ്ലാന്റിനും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ബേബി പിങ്ക് ഷെയ്ഡ്, അതേപോലെ ഒരു വൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ്. അടുത്തത് നല്ലൊരു യെല്ലോ കളർ ആണ് കേട്ടോ. നല്ലൊരു യെല്ലോയിൽ വന്നിട്ട് ഇതളിലൊരു ചെറിയൊരു പിങ്കിന്റെ ഒരു ലൈൻ വരുന്നുണ്ട്. അതിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും ഫ്ലവർ. ഇത് അടുത്തൊരു വെറൈറ്റി ആണ്. ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഇതാണ്. നല്ല വലിപ്പമുള്ള ഫ്ലവർ ആണ്. ഇതിൽ ഫ്ലവർ കാണണമെങ്കിൽ ഇങ്ങനെ കാണിച്ചാലേ പറ്റത്തുള്ളൂ.
ഫ്ലവറിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുമേ. നല്ല ഭംഗിയുള്ളത് ഈ ഒരു സൈസിലാണ്. ഇതിന്റെ കോഡക്സ് ഒക്കെ കണ്ടോ, അതാണ്ട് ഈ പ്ലാന്റിന്റെ കോഡക്സ് ഒക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടുത്തത് ഈ ഒരു കളർ വന്നിട്ട് നമ്മൾ ഓഫ് വൈറ്റിൽ ഒരു ഡാർക്ക് പർപ്പിൾ കളറിലുള്ള ഒരു ബോർഡർ പോലെ വരുന്നതാണ് ഇതിന്റെ ഫ്ലവറിന്റെ കളർ വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് കൂടെ കയറി വന്നിട്ടുള്ള ഓഫ് വൈറ്റും അതും കൂടെ ആയിട്ടുള്ളത്. ഇത് നമ്മുടെ പ്യുവർ വൈറ്റിന്റെ മൾട്ടിപെറ്റലാണ്. നല്ല ഭംഗിയുള്ള വൈറ്റിന്റെ മൾട്ടിപെറ്റലാണ്. ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത്. അടുത്ത നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു കളർ തന്നെയാണ്, ഒരു ഓഫ് വൈറ്റിൽ ഒരു ലൈൻ പോലെ കയറി വരുന്നത്. ഇത് കുറച്ചുകൂടെ ലൈറ്റ് ആണ്. ഇത് നേരത്തെ നമ്മൾ കാണിച്ചതിൽ കുറച്ചുകൂടെ യെല്ലോ കളർ കൂടുതലാണ്. ഇത് ഒരു ഓഫ് വൈറ്റിൽ ഒരു ലൈൻ വരുന്നതാണ്. ഓരോ പ്ലാന്റും നമുക്ക് കളർ കാണുമ്പോൾ പെട്ടെന്ന് എല്ലാം ഒരുപോലെ തോന്നുമെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മളെ പിങ്ക് കളറിൽ ഒരു ബ്ലൂ കളർ ഷെയ്ഡ് വന്നിട്ട് അതിന്റെ ബോർഡർ ആയിട്ട് വരുന്നതാണ്. ഇതിൽ ഫ്ലവറിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഈ ഒരു ഫ്ലവറിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക്, കണ്ടോ. എല്ലാം നല്ല അത്യാവശ്യം സൈസ് ഉള്ളതും ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ടൈപ്പ് പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ കണ്ടോ, നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ്. ഇതിന്റെ കളർ വന്നിട്ട് ഒരു വൈറ്റില് പർപ്പിൾ ഷെയ്ഡ് വരുന്നതാണ്. വൈറ്റിലൊരു ഇത് മൊട്ട് കൊഴിഞ്ഞു പോയി കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. ഈ ഒരു ഷെയ്ഡാണ്. ഉണ്ടോ, ഈ ഒരു സൈസിലാണ് വരുന്നത്. ഫ്ലവർ വിരിഞ്ഞതില്ല, മൊട്ട് ആണത്. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത്. ഇത് നോക്കിയാൽ എത്ര ബുഷിയായിട്ടാണ് നിൽക്കുന്നതെന്ന്. ഈ പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണേ. അടുത്ത ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച വൈറ്റിന്റെ തന്നെ മൾട്ടിപെറ്റൽ വൈറ്റിന്റെ തന്നെ വേറൊരു പ്ലാന്റ്. ഇത് വന്നിട്ട് വേറൊരു ഷെയ്ഡാണ്. നമ്മൾ വൈറ്റിൽ വന്നിട്ട് ഒരു പിങ്ക് ലൈൻ, ഇതേപോലെ ഒരു വൈറ്റിൽ ഒരു പിങ്ക് ലൈൻ വരുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. ഇതാണ് കളർ ഷെയ്ഡ് വരുന്നത്. കൂടുതലും നമുക്ക് മൾട്ടി പെറ്റൽസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ 1-2 പ്ലാന്റ്സ് മാത്രം സിംഗിൾ പെറ്റൽ വന്നിട്ടുണ്ട്. ഇത് മൾട്ടി പെറ്റലാണ്. ഇത് അടുങ്ങിയിട്ടുള്ള 1-2 ലെയറിലുള്ള പെറ്റലുള്ളതാണ്. ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, വൈറ്റും ഒരു ഡാർക്ക് പിങ്കും അല്ല റെഡും അല്ലാത്തൊരു കളർ വരുന്ന പ്ലാന്റ്, അതിന്റെ വേറൊരു പ്ലാന്റ് ആണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഒരു പിങ്ക് കളറിലുള്ള വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. നമ്മള് ലൈറ്റ് യെല്ലോ കളറിന്റെ മൾട്ടിപെറ്റൽ വന്നിട്ടുണ്ട്. ഇത് പൂ വിരിഞ്ഞിട്ടില്ല. ഈ ഒരു കളർ ഷെയ്ഡാണ്, ലൈറ്റ് യെല്ലോ കളറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഇത് അടുത്ത് നമ്മുടെ ഒരു റെഡിൽ തന്നെ നല്ലൊരു ബോർഡർ വരുന്ന ടൈപ്പിലുള്ള പ്ലാന്റ്. ഇതിൽ ഞാൻ കുറച്ച് പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. ഇതല്ലാതെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ അഡീനിയം പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഈ പ്ലാന്റിന്റെ ഒക്കെ റേറ്റ് നമുക്ക് വരുന്നത് 325 രൂപയാണ് ഇപ്രാവശ്യം റേറ്റ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിട്ട് എടുത്തു തരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിലോ സെലക്ട് ചെയ്യാനോ പറ്റിയില്ലെങ്കിലോ നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ പ്ലാന്റ്സിന്റെ എല്ലാം ഫോട്ടോ നമ്മൾ സ്റ്റോക്ക് വന്നപ്പോഴേ ഇതിന്റെ കളറൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫ്ലവറോട് കൂടിയിട്ടുള്ളതിന്റെ എല്ലാത്തിന്റെയും ഫോട്ടോസും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ പോട്ടിൽ ഒരുവിധം അതിന്റെ ഒരു കളർ ഷെയ്ഡും നമ്മൾ ഇതേപോലെ ഏതൊക്കെ കളറാണ് വരുന്നതെന്നുള്ളതും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഫോട്ടോസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അഡീനിയം പ്ലാന്റ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. അതിൽ സോൾഡ് ഔട്ട് ആയിട്ടുള്ള നമ്പേഴ്സും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊഴികെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. പിന്നെ അഡീനിയം പ്ലാന്റ്സിന്റെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരുമ്പോഴത്തേക്ക്
ഇതിൻ്റെ അകത്തുള്ള പൂക്കൾ പോയിട്ടുണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇതിന്റെ ഇലകൾ പൊഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അഡീനിയം പ്ലാന്റ്സ് പൊതുവെ അങ്ങനെയാണ്. നിങ്ങളെ കയ്യിലെത്തി ഒരു 2 to 3 വീക്സ് കഴിയുമ്പോഴത്തേക്ക് പുതിയതായിട്ട് ഇലകളും പൂക്കളൊക്കെ ഉണ്ടായി വരും. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിച്ചവർക്കൊക്കെ പൂക്കൾ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് അതിന്റെ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോഡിൽ വന്നപ്പോഴത്തേക്കുള്ള ഫ്ലവറിനെ കാട്ടി നല്ല ഭംഗിയായിരുന്നു അവർക്ക് വിരിഞ്ഞപ്പോഴേക്കുള്ളത്. അപ്പം ഇലകൾ പൊഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 to 3 വീക്സ് കഴിയുമ്പോൾ പുതിയതായിട്ട് ഇലകൾ പൊട്ടി വന്നിട്ട് നെക്സ്റ്റ് ടൈം ഉടനെ തന്നെ പൂക്കൾ വരികയും ചെയ്യും. അതുകൊണ്ടിട്ട് പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ അയച്ചു തരുമ്പോഴും ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് പൂക്കൾ കാണണമെന്നില്ല. ഇപ്പം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ഫോട്ടോ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് പ്ലാന്റ്സ് ആവശ്യമുള്ളതിന്റെ ഫോട്ടോസ് നമ്മൾ ഇട്ടുതരും. അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ പ്ലാന്റ്സിന്റെ വീഡിയോസ്, നിങ്ങൾ സെലക്ട് ചെയ്ത പ്ലാന്റ്സിന്റെ മാത്രം വീഡിയോസ് അയച്ചു തരും. അതിലും ചിലപ്പോൾ പൂക്കൾ കാണണമെന്നില്ല. നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് ആ കളർ ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമാണ്. പ്ലാന്റ് പക്ഷേ ആ സെയിം കളറിലുള്ളതായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. പക്ഷേ ഇലകളും പൂക്കളും പൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ അത് പിന്നീട് ഒരു കംപ്ലൈന്റ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ റേറ്റ് നമുക്ക് വരുന്നത് 325 രൂപയാണ് സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടെ റേറ്റ് കുറവായിരുന്നു. ഇപ്രാവശ്യം വന്ന പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്സ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം വന്നതിൽ റേറ്റ് ഡിഫറൻസ് ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ റേറ്റ് ചെറുതായിട്ട് കൂടിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഈ പെട്രോളിനൊക്കെ വില കൂടിയതൊക്കെ കാരണമാണ് നമുക്ക് വന്ന പ്ലാന്റ്സിനൊക്കെ മിക്ക പ്ലാന്റ്സിനും പഴയ വിലയും കാട്ടിയിട്ട് റേറ്റ് കൂടുതലായിട്ടാണ് വരുന്നത്. ഇതെല്ലാം നമുക്ക് പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അതിന്റെ ഒരു റേറ്റ് ഡിഫറൻസ് ആണ്. 325 രൂപ, 325 റുപ്പീസ് ആണ് ഈച്ച് പ്ലാന്റിന് റേറ്റ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ. മാക്സിമം നമ്മൾ ഇന്ന് നാളായിട്ടൊക്കെ വരുന്ന ഓർഡേഴ്സ് ഈ ആഴ്ച തന്നെ ഡെസ്പാച്ച് ചെയ്യാനായിട്ട് നോക്കും. ഇല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആവും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.